പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 66:19-20. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ഒരു വാഗ്ദാനമാണ് ഈശോ തരുന്നത്. എന്താ? ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്താതെ പോകുന്നില്ല. അവിടുന്ന് നിൻ്റെ പ്രാർത്ഥനകളൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം കേട്ടോ. പലരും പറഞ്ഞത് അച്ഛൻ കേട്ടിട്ടുണ്ട്. അതായത്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഒരു മറുപടിയും തന്നില്ല, കർത്താവ് എന്താ എന്നെ രക്ഷപ്പെടുത്താത്തേ, കർത്താവ് എന്താ മറുപടി തരാത്തതെന്ന് വളരെ സങ്കടത്തോടെയും ദുഃഖത്തോടെയും ചോദിക്കുന്നത് അച്ഛൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാർത്ഥനയും കേൾക്കപ്പെടാതിരിക്കുന്നില്ല. 3 മറുപടികളാണ് കർത്താവ് തരിക. എന്തെങ്കിലുമൊക്കെ കർത്താവിൻ്റെ മുന്നിൽ കരം നീട്ടി യാചിക്കുമ്പോൾ ഒന്ന് ഈശോ യെസ് പറയും. നിനക്ക് നല്ലതെന്ന് തോന്നുമ്പോൾ കർത്താവ് നിനക്ക് ആ കൃപ തരും. ചിലപ്പോൾ കർത്താവ് നോ പറയും. നിൻ്റെ കണ്ണുകളിൽ അത് നന്മയായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ കണ്ണുകളിൽ, അവിടുത്തെ ഹൃദയത്തിൽ അത് നന്മയായി തോന്നത്തില്ല. കർത്താവ് ഉടനടി നോ പറയും. അത് നിൻ്റെ നന്മയ്ക്കാ. ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് കർത്താവ് നിനക്ക് തരുന്നില്ലെങ്കിൽ അതിനർത്ഥം കർത്താവിൻ്റെ ഇഷ്ടമല്ല. പ്രാർത്ഥനയെന്ന് പറയുന്നത് കർത്താവിൻ്റെ ഇഷ്ടം കണ്ടെത്തേണ്ട ഒരിടമാ. നിനക്ക് നന്മയില്ലെന്ന് തോന്നുന്നില്ല, കർത്താവ് തരത്തില്ല. 3-മതൊന്ന് കർത്താവ് വെയിറ്റ് ചെയ്യാൻ പറയും, കാത്തിരിക്കാൻ പറയും. ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ? കടബാധ്യത മാറുന്നത് കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്. കുഞ്ഞുങ്ങളുണ്ടാകുന്നത് കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്. ഈശോ രക്ഷകൻ ഈ ഭൂമിയിൽ വന്നത് ജനതകളുടെ കാത്തിരിപ്പിനൊടുവിലല്ലേ? പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾക്കും യോഹന്നാൻ്റെ പ്രവചനത്തിനും ഒടുവിലല്ലേ? യോഹന്നാനല്ലേ അവനെ ലോകത്തിന് പരിചയപ്പെടുത്തുക. കാത്തിരുന്ന നമുക്ക് ചില കാര്യങ്ങൾ കിട്ടുക, ചില അനുഗ്രഹങ്ങൾ കിട്ടുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറുപടി ലഭിക്കാത്ത ഒരു പ്രാർത്ഥനയില്ല. യെസ് മറുപടിയാ, നോ മറുപടിയാ, വെയിറ്റ് മറുപടിയാ. അപ്പോൾ കർത്താവ് നിൻ്റെ ഒരു പ്രാർത്ഥനകളും തള്ളിക്കളയുന്നില്ല കേട്ടോ. എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവ് നിനക്ക് മറുപടി തരൂ കേട്ടോ. കർത്താവിൻ്റെ ഹൃദയത്തിൽ നീയുണ്ട്. അവിടുത്തെ മനസ്സിൽ നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിൻ്റെ നന്മയ്ക്കായിട്ട് എല്ലാ കാര്യങ്ങളും കർത്താവ് പരിണമിപ്പിക്കട്ടെ. ശാന്തമായി കിടന്നുറങ്ങണം, സമാധാനമായി കിടന്നുറങ്ങണം. കർത്താവ് നിൻ്റെ വലത്തുകരം പിടിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കണം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, അങ്ങേക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.